ചില ബിരുദന്മാർ ലഹരി വസ്തുക്കൾ കടത്താനായി പല മാർഗങ്ങളാണ് കണ്ടെത്തുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയാണ് ചിലർ മയക്കുമരുന്ന് കടത്തുന്നത്. കണ്ടാൽ പോലും മനസ്സിലാകില്ല. അങ്ങനെ ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് നെതർലാൻഡ്സിൽ നടന്നിരിക്കുന്നത്. ലഹരി മരുന്ന് കടത്തിന് പുത്തൻ പരീക്ഷണങ്ങൾ പ്രയോഗിക്കുന്നതിന്റെ തെളിവായിട്ടാണ് ഇപ്പോഴത്തെ ഈ ലഹരി മരുന്ന് വേട്ട. നെതർലാൻഡ്സിലാണ് ലോകത്തെ ഞെട്ടിച്ച സംഭവം നടന്നത്. പല വസ്തുക്കളിലായി ലഹരി മരുന്ന് ഒളിപ്പിച്ച് കടത്തി പിടികൂടുന്നത് സ്ഥിരമായതോടെ MDMA പ്രതിമ നിർമ്മിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ് നെതർലാൻഡ്സിലെ ഒരു ലഹരി കടത്ത് സംഘം. ഒറ്റ നോട്ടത്തിൽ ഒരു സംശയവും തോന്നാത്ത രീതിയിലാണ് കടത്തിയിരുന്നത്. പൂന്തോട്ടത്തിൽ വയ്ക്കാനുള്ള വസ്തു പോലെ നിർമ്മിച്ച MDMA പ്രതിമയാണ് നെതർലാൻഡ്സിൽ നിന്ന് പിടികൂടിയത്. 2 കിലോയിലേറെ MDMA ആണ് ഈ പ്രതിമാ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്നോംസ് എന്നറിയപ്പെടുന്ന രൂപത്തിലുള്ള പ്രതിമയാണ് ഇവർ MDMA കൊണ്ട് നിർമ്മിച്ചത്. വലിയ രീതിയിൽ രാസലഹരി എത്തിയതായുള്ള വിവരത്തെ തുടർന്നുള്ള പരിശോധനയ്ക്കിടയിലാണ് ഈ പ്രതിമ കണ്ടെത്തിയത്. ആദ്യം കാണുമ്പോൾ സംശയമൊന്നും തോന്നില്ലെങ്കിലും പ്രതിമ ലാബിലെത്തിച്ച് പരിശോധിച്ചതോടെയാണ് ഏവരും ഞെട്ടിപ്പോയത്. വായ പൊത്തിയ നിലയിലുള്ള ചെറുപ്രതിമ നിർമ്മിച്ചത് കോടികൾ വില വരുന്ന മാരക ലഹരി വസ്തു കൊണ്ടായിരുന്നു എന്നാണ് ലാബിലെ പരിശോധനയിൽ കണ്ടെത്തിയത്. ആൾട്ടീന, ഡ്രിമ്മലിൻ, ഓസ്റ്റൌട്ട് എന്നിവിടങ്ങളിലായി നടത്തിയ ലഹരിമരുന്ന് വേട്ടയ്ക്കിടയിലാണ് MDMA പ്രതിമ കണ്ടെത്തിയത്. MDMA നെതർലാൻഡ്സിൽ നിരോധിച്ചിട്ടുള്ള ലഹരി വസ്തുവാണ്. 2019 ലോകത്തിലെ ഏറ്റവും അധികം MDMA ഉൽപ്പാദിപ്പിച്ചിരുന്ന രാജ്യമായിരുന്നു നെതർലാൻഡ്സ്. ഇത് ആദ്യമായല്ല വേറിട്ട മാർഗങ്ങൾ ലഹരി കടത്ത് സംഘങ്ങൾ പ്രയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ മറ്റൊരു സംഭവം നടന്നിരുന്നു. പൂച്ചയ്ക്കുള്ള തീറ്റയ്ക്കുള്ളിൽ 75 ലക്ഷത്തിലേറെ വില വരുന്ന MDMA ഒളിപ്പിച്ച് കടത്തിയ സ്കോട്ട്ലാൻഡ് സ്വദേശിയെ പിടികൂടിയിരുന്നു.